നമസ്കാരം. VPR കിച്ചണിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ വീട്ടുമുറ്റത്തെ വെണ്ടയ്ക്ക പറിക്കാം, സൂപ്പർ കറി ഉണ്ടാക്കാം. നമ്മുടെ മുറ്റത്തെ വെണ്ട കൃഷി വിളവെടുക്കാൻ പോവുകയാണ്. വെണ്ടയുടെ പൂവൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ അല്ലേ. അപ്പം നമ്മുടെ അല്പം പോലും വിഷമയമില്ലാത്ത ഈ വെണ്ടയ്ക്ക തീയൽ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റായി. നമുക്കൊന്ന് ചെത്തിയെടുത്ത് നോക്കാം. മുറിച്ചെടുത്താൽ ഒരു പ്രശ്നമില്ല. അതേ സമയത്ത് ഒടിച്ചെടുത്ത് കഴിയുമ്പോൾ ഈ ചെടിക്കൊക്കെ ക്ഷീണം വരും. പിഞ്ചാട്ടോ, ഒത്തിരി മൂത്തിട്ടൊന്നുമില്ല. ഇങ്ങനെ പറിക്കണം. മൂത്ത് പോയാൽ വെണ്ടയ്ക്ക കൊള്ളുകയല്ലോ എന്നില്ല. എന്നാൽ വെണ്ടയ്ക്ക ഉണ്ടാകുന്നുമുണ്ട്. ഇതല്ലേ നമ്മുടെ വെണ്ടയ്ക്ക. ഇപ്പോൾ നമ്മൾ പറിച്ചെടുത്തു എന്ന് പറഞ്ഞാൽ ഒരു 10-20 എണ്ണം പറിച്ചെടുത്തിട്ടുണ്ട്. ഈ വെണ്ടയ്ക്ക നന്നായിട്ട് കഴുകി എടുത്തിട്ട് ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞെടുക്കണം. അരിഞ്ഞെടുത്തിട്ട് ഇത് തീയലുണ്ടാക്കാൻ പോവുകയാണ്. വെണ്ടയ്ക്ക തീയൽ തേങ്ങ വറുത്തരച്ച് നന്നായിട്ട് മുളകും മല്ലിയെല്ലാം ചേർത്ത് നന്നായിട്ട് വെളിച്ചെണ്ണയിൽ തീയലുണ്ടാക്കാം. ഭയങ്കര ടേസ്റ്റായിരിക്കും വെളിച്ചെണ്ണയിൽ തീയലുണ്ടാക്കിയാൽ. ഏറ്റവും പുതിയ വെണ്ടയ്ക്കയല്ലേ, ഇപ്പം തന്നെ പറിച്ചു, ഇപ്പം തന്നെ നമ്മൾ കറിയാക്കുന്നു. ഇതെല്ലാം നമുക്ക് കിട്ടുന്ന വളരെ ഒരു ഭാഗ്യം ചെയ്ത ഒരു നിമിഷങ്ങളാണ്. കഴുകി വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക വട്ടത്തിൽ അരിഞ്ഞെടുക്കുകയാണ്. ഒരുപാട് വലിപ്പം വേണ്ട കേട്ടോ, ഒരുപാട് വീതി വേണ്ട. എന്നാൽ പണ്ട് കാലത്ത് നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന നാടൻ കറിയുടെ അതേ മോഡലിലുള്ള കറിയാണ് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇത്രയും വലിപ്പം പാടുള്ളൂ. ഇനി ഇത് വെളിച്ചെണ്ണയ്ക്കകത്ത് നന്നായിട്ട് വറുത്തെടുക്കുകയാണ്. അപ്പോൾ നമുക്കിതിങ്ങനെ മൊത്തം അരിഞ്ഞെടുക്കാം. വെണ്ടയ്ക്ക നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു 1.5 മുറി നമുക്ക് ചേർക്കാം. പിന്നെ പ്രധാനമായിട്ട് ചേർക്കുന്നത് മുളക് പൊടിയാണ്. ഇത് 1 സ്പൂൺ മുളക് പൊടിയുണ്ട്, 1 സ്പൂൺ മല്ലിപ്പൊടിയുണ്ട്. പിന്നെ ചെറിയ ഉള്ളി, ഒരു 10-20 ചെറിയ ഉള്ളിയുണ്ട്. നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. പച്ചമുളക്, എരിവ് കുറഞ്ഞ മുളകാണ്. 3, 6, 8 പച്ചമുളകുണ്ട്. 2 തണ്ട് കറിവേപ്പില. ഇത്രയും സാധനങ്ങളാണ് ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ തേങ്ങ ചിരവി എടുക്കണം. വെണ്ടയ്ക്ക വറുത്തെടുക്കണം. വറുത്തരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു 1.5 മുറി തേങ്ങ, നമ്മൾ മുമ്പേ തേങ്ങ കണ്ടതാണ്, ചിരവി വെച്ചിരിക്കുന്നതാണ്. ഇനി നമുക്കിത് നന്നായിട്ട് അരപ്പ് വറുത്തെടുക്കണം. ഉരുളി ചൂടായിട്ടുണ്ട്. നമുക്ക് അരപ്പിനുള്ള തേങ്ങയാണ് ആദ്യം വറുത്തെടുക്കേണ്ടത്. ഇട്ട് കൊടുക്കാം. നമുക്കൊരല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഉറഞ്ഞിരിക്കുന്ന കേട്ടോ, അത് മതിയാവും. നമുക്ക് നന്നായിട്ട് ചുമക്ക വറുത്തെടുക്കണം. നമ്മുടെ തേങ്ങ വറുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുവാണ്. 1 സ്പൂൺ മുളക് പൊടി, സാധാരണ മുളക് പൊടിയാണ്. അടുത്തതായിട്ട് അല്പം മഞ്ഞൾ കൂടി ചേർത്ത് കൊടുക്കണം. തേങ്ങ നമ്മൾ വറുത്തെടുത്തത് മിക്സിയുടെ ജാറിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 ട്രിപ്പായിട്ട് നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കണം. വെണ്ടയ്ക്ക തീയലിനുള്ള അരപ്പ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. വെള്ളം പോലെ ആണ് അരച്ചെടുത്തിട്ടുള്ളത്. അല്പം പോലും വെള്ളം ചേർത്തിട്ടില്ല. ഇത് വെള്ളം ചേർക്കാതെ ക്ലിയറായിട്ട് അരച്ചെടുത്തതാണ്. ജാറ് കഴുകിയ വെള്ളം. അപ്പോൾ ഇതിൻ്റെ പണി തീർന്നു. തേങ്ങ അരപ്പ് ക്ലിയർ ആയിട്ടുണ്ട്. ഇതിനകത്ത് ചേർന്നിരിക്കുന്നത് തേങ്ങ, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി. ഇത്രയും സാധനങ്ങളാണ് ഇതിനകത്ത് ചേർന്നിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത വർക്കിലേക്ക് കിടക്കാം. ഉരുളി നമ്മൾ കഴുകിയാണ് എടുത്തിരിക്കുന്നത്. ഉരുളി നല്ല വൃത്തിയായിരിക്കണം. വെളിച്ചെണ്ണ, അത്രയും വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം, എങ്കിലേ കറിക്ക് രുചി ഉണ്ടാവുകയുള്ളൂ. പാകത്തിന് വറുത്തെടുത്തിരിക്കുകയാണ് നമ്മൾ. ഇത് നമുക്ക് കോരിയെടുക്കാം. ഈ പ്രാവശ്യം നമുക്ക് 100 മില്ലി എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇങ്ങനെ വെണ്ടയ്ക്ക വറുക്കുമ്പോൾ അതിന് പാകത്തിനുള്ള ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇതുപോലെ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കണം, എങ്കിൽ
രുചി ഉണ്ടാവുകയുള്ളൂ. അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതാണ് ഈ കറിയുടെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പാകത്തിന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. തീ ഓഫ് ചെയ്തിരിക്കുകയാണ്. വളരെ ശ്രദ്ധയോടുകൂടി തുടക്കം മുതൽ കറക്റ്റ് ചെയ്ത് വേണം ഈ തീയൽ അവസാനം ഫൈനലായിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. കൂട്ടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ നെല്ലിക്കയുടെ അത്രയും വലിപ്പത്തിലുള്ള വാളംപുളി നന്നായിട്ട് വെള്ളത്തിൽ ചെറു ചൂടുവെള്ളത്തിൽ പിരിഞ്ഞ് അരിച്ചു വെച്ചിരിക്കുന്നതാണ് ഒഴിച്ചു കൊടുക്കുക. ഉള്ളി, പച്ചമുളക്, കറിവേപ്പില വറുത്ത് വെച്ചിരിക്കുന്നതാണ് ഇത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ അരപ്പിനകത്തേക്ക് നമ്മൾ ചെറിയ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇതല്ലേ, പയ്യെ ഒന്ന് കലക്കിയെടുക്കണം. ഇത് നമുക്ക് ചേർത്ത് കൊടുക്കാം. 1 ലിറ്റർ വെള്ളമെങ്കിലും നമ്മൾ ഇപ്പോൾ പുളിവെള്ളമായിട്ടും അരപ്പ് വെള്ളമായിട്ടും എല്ലാം നമ്മൾ ചേർത്തിട്ടുണ്ട്. നമ്മുടെ കറി തിളച്ച് പാകമായിട്ടുണ്ട്. തീ നമ്മൾ ഓഫ് ചെയ്തിരിക്കുകയാണ്. ഈ പുളി ചേർത്തിരിക്കുന്ന ഈ കറിക്ക് ഒരല്പം പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കണം. ഇത്രയും പഞ്ചസാര ചേർത്താൽ മതി. ഒരു 1/2 സ്പൂൺ പോലും ഇല്ല ശരിക്കും പറഞ്ഞാൽ, അത് മതി. അത് രുചി ഒന്ന് ക്രമീകരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് കടുക് താളിച്ച് ചേർക്കാം. എണ്ണ നമ്മൾ പേരിന് മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. അല്പം കടുക് മാത്രം ഇട്ടാൽ മതി. വറുത്തങ്ങെടുക്കാം. പാകമായിട്ടുണ്ട്. നമുക്കെടുത്ത് കറിക്കകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഈ കറി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് വളരെ വിശദമായി നമ്മൾ ഈ വീഡിയോയിൽ കൂടി പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ കറി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നിങ്ങൾ പഠിക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഒരു വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.